ഗുഡ് ഈവനിംഗ് ന്യൂസിൽ വിശദമായ വാർത്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മളെല്ലാവരും അപ്പോൾ ഫുട്ബോൾ ലോകകപ്പിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. നിമിഷങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പാണ്. നമ്മുടെ ലയണൽ മെസ്സി, അതോടൊപ്പം നെയ്മർ, ക്രിസ്ത്യാനോ റൊണാൾഡോ പോലുള്ള ഇതിഹാസ താരങ്ങളുടെ ഒരുപക്ഷെ അവസാനത്തെ ലോകകപ്പ് ആയിരിക്കാം ഇത്. അപ്പോൾ ഓരോ അപ്ഡേറ്റുകളും കൗതുകത്തോടെ ആകാംക്ഷയോട് കൂടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഫുട്ബോൾ ആരാധകരുടെ ആശങ്കകൾക്ക് വിട നൽകാനുള്ള സമയമാണ്. ലോകകപ്പ് മത്സരങ്ങൾ ഇന്ത്യയിൽ തത്സമയം കാണാമെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. സി നെറ്റ്വർക്ക് ഫിഫയുമായി കരാറിൽ എത്തിക്കഴിഞ്ഞു. 2034 വരെയുള്ള ഫിഫ ടൂർണമെന്റുകളുടെ സംപ്രേഷണ അവകാശമാണ് സി സ്വന്തമാക്കിയിരിക്കുന്നത്. ഫൈസൽ ഹംസ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ഫൈസൽ, അപ്പോൾ ഇന്ത്യയിലുള്ള ഫുട്ബോൾ പ്രേമികൾക്ക് ലയണൽ മെസ്സിയുടെയും അർജന്റീനയുടെയും അതോടൊപ്പം ബ്രസീലിന്റെയും പോർച്ചുഗലിന്റെയും ഒക്കെ മത്സരങ്ങൾ കാണാനും ആസ്വദിക്കാനും കാത്തിരിക്കുന്ന കായിക പ്രേമികൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന, ആവേശം നൽകുന്ന ഒരു തീരുമാനം വന്നിരിക്കുന്നു. ഫൈസൽ, ഷിഹാസ്, അത് തന്നെയാണ് ഫുട്ബോൾ ആരാധകരുടെ ആശങ്കയ്ക്ക്, അതോടൊപ്പം തന്നെ അവരുടെ ആകാംക്ഷയ്ക്ക് അതിന് വിരാമമായിരിക്കുന്നു. എന്തായാലും കേരളത്തിൽ, ഇന്ത്യയിൽ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ കാണാൻ സാധിക്കും, തത്സമയം കാണാൻ സാധിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു. അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഫിഫയുമായി സി നെറ്റ്വർക്ക് കരാറിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. യുണൈറ്റഡ് സ്പോർട്സ് ചാനലുകളിലൂടെയും അതോടൊപ്പം തന്നെ C5 എന്ന അവരുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയും മത്സരങ്ങൾ ആസ്വദിക്കാൻ കഴിയും. നമുക്കറിയാം, ഷിയാസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്ക ലോകകപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 3 ഇതിഹാസങ്ങൾ അവരെന്തായാലും ഈ ലോകകപ്പിന് ശേഷം അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സര രംഗത്ത് നിന്ന് വിരമിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും നെയ്മറുമൊക്കെ അവരുടെ രാജ്യത്തിൻ്റെ ജേഴ്സിയിൽ ഒരു പക്ഷേ പന്ത് തട്ടുന്നത് അവസാനമായി കാണാനുള്ള ഏറ്റവും അസുലഭമായ, അത്യപൂർവമായ നിമിഷങ്ങളാണ്. ആ നിമിഷം നേരിൽ കാണുക എന്നുള്ളത്, അത് തത്സമയം കാണുക എന്നുള്ളത് ഓരോ ഫുട്ബോൾ ആരാധകന്റെയും മനസ്സിലെ ആഗ്രഹമായിരുന്നു. പക്ഷേ ഈ സംപ്രേഷണാവകാശം ഇങ്ങനെ നീണ്ടുപോകുന്നത് ആരാധകരെ ഏറെ നിരാശരാക്കിയിരുന്നു. അതിനാണിപ്പോൾ വിരാമമായിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിന്റെ ഫുട്ബോൾ ആവേശം എന്നുള്ളത് അന്താരാഷ്ട്ര തരത്തിൽ തന്നെ വലിയ രീതിയിൽ പ്രസിദ്ധമായിട്ടുള്ള കാര്യമാണ്. ഫിഫ തന്നെ അത് പലതരത്തിൽ ലോകത്തെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള കേരളത്തിലെ ആരാധകർക്ക് ഒരു ലോകകപ്പ് മത്സരം കാണാതിരിക്കുക, അവർക്ക് അതിനുള്ള അവസരമില്ലാതിരിക്കുക എന്നുള്ളത് വലിയ രീതിയിൽ ചർച്ചയായതുമാണ്. പക്ഷേ നീണ്ട ചർച്ചകൾക്കൊടുവിൽ അടുത്ത 8 വർഷത്തേക്ക് ഫിഫയുടെ എല്ലാ അന്താരാഷ്ട്ര മത്സരങ്ങളും സംപ്രേഷണം ചെയ്യുന്നതിനുള്ള അവകാശം സി നെറ്റ്വർക്ക് സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് അടുത്ത ലോകകപ്പും ഇതേ സി നെറ്റ്വർക്കിൽ തന്നെ കാണാൻ സാധിക്കും. ഒരാശങ്കയുടെയും ആവശ്യമില്ല എന്നുള്ളതാണ്. ഇനി 10 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. എന്തായാലും ജൂൺ 11 അർദ്ധരാത്രിക്ക് ലോകം ഒരു പന്തിൻ്റെ ചുറ്റും കറങ്ങാൻ തുടങ്ങുകയാണ്. ഫുട്ബോൾ ആരാധകരുടെ ആവേശം അതിൻ്റെ ഏറ്റവും കൊടുമുടിയിലേക്ക് പോവുകയാണ്. എല്ലാ ആശങ്കകൾക്കും വിരാമമായിരിക്കുന്നു. അതിന് ആവേശത്തിലേക്ക്, ആഘോഷത്തിലേക്ക് വഴിമാറുകയാണ്. ഷിഹാസ്, അതാണ് ഫൈസൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിലെ ഒരു ഫുട്ബോൾ ആവേശം, പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു ഫുട്ബോൾ ആവേശം 2022 നമുക്ക് ഓർമ്മയുണ്ട്. ഖത്തറിലെ അൽ ഉസൈൽ സ്റ്റേഡിയത്തിൽ അവസാനത്തെ ആ ഒരു പന്ത് തട്ടിക്കൊണ്ട് ഫുട്ബോൾ മിഷിഹ, ഫുട്ബോൾ ഗോഡ് എന്നൊക്കെ പറയാവുന്ന ലയണൽ മെസ്സി മറ്റെല്ലാം അദ്ദേഹം നേടി. പക്ഷെ ഒരു ഫുട്ബോൾ ലോകകപ്പ് കിരീടം മാത്രമില്ലാതെ വിരമിക്കേണ്ടി വരുമോ എന്നുള്ള ഒരു വിഷമം, ആ ഒരു ആകാംക്ഷയ്ക്കെല്ലാം അറുതി വരുത്തിക്കൊണ്ട് ഫ്രാൻസിനെ തോൽപ്പിച്ചുകൊണ്ട് അർജന്റീന കിരീടം ഉയർത്തുമ്പോൾ, ലയണൽ മെസ്സി ആ കപ്പ് ഉയർത്തുമ്പോൾ, ഇവിടെ പുലാവൂർ പുഴയിൽ ഉയർന്ന ആ ഒരു വലിയ കട്ടൗട്ട് ഫ്ലെക്സ് ബോർഡുകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ ടീമിൻ്റെ ഒക്കെ ഒഫീഷ്യൽ പേജുകൾ പോലും അത് വലിയ തരത്തിൽ ആഘോഷിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ മലയാളികൾ വിഷമിക്കേണ്ടതില്ല, ഇന്ത്യക്കാർ വിഷമിക്കേണ്ടതില്ല, ഫുട്ബോൾ ആരാധകർ ഒട്ടും തന്നെ വിഷമിക്കേണ്ടതില്ല. ലോകകപ്പ് മത്സരങ്ങൾ ഇന്ത്യയിൽ തത്സമയം നമുക്ക് കാണാം. സി നെറ്റ്വർക്ക് ഫിഫയുമായി കരാറിൽ എത്തിക്കഴിഞ്ഞു.